നമസ്കാരം. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ അമേരിക്കൻ മലയാളികൾ പണി കഴിപ്പിച്ച ആത്മീയത നിറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മാതൃകയിൽ പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് അമേരിക്കയിലുള്ളത്. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആനപ്രതിമ ഹൂസ്റ്റണിലെ ക്ഷേത്രാങ്കണത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയായിരുന്നു സ്ഥാപിച്ചത്. പ്രതിമയിലേക്ക് നെറ്റിപ്പട്ടം ചാർത്തിയപ്പോൾ ആകാശത്ത് സന്തോഷത്തിൻ്റെ ഇടിമുഴക്കമാണ് കേട്ടത്. പനിനീർത്തുള്ളികൾ മഴയായി പെയ്തിറങ്ങി ഭൂമിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും പരിസരമാകെ ശുദ്ധിയാക്കുകയും ചെയ്തു. വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും നിമിത്തത്തിൻ്റെയും മറ്റൊരു ദൃശ്യത്തിനാണ് ഹൂസ്റ്റണിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. തൃശ്ശൂർ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ണനെ കണ്ടു തൊഴാനെത്തുന്നവർ തൊട്ടടുത്തുള്ള ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയിലും തൊഴുതു വണങ്ങാറുണ്ട്. സമാനമായി ഹൂസ്റ്റൺ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് അരനൂറ്റാണ്ടോളം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ തിടമ്പേറ്റിയ കേശവരൂപത്തെ ഇനി മുതൽ കണ്ടു തൊഴാനാകും. 12.2 അടി ഉയരവും 15.4 അടി നീളവുമുള്ള ഈ ഫൈബർ പ്രതിമ വലുപ്പത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആനശില്പമാണ്. ഗജരാജൻ്റെ ശില്പം ഏറ്റവും വലിയ ആനപ്രതിമ എന്ന നിലയിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരള ഹിന്ദു സൊസൈറ്റി, കേരള ഹിന്ദു ഓഫ് നോർത്ത് അമേരിക്ക, ഫൊക്കാന തുടങ്ങിയ സംഘടനകൾ നേതൃത്വം നൽകിയിട്ടുള്ള GK പിള്ളയാണ് ക്ഷേത്രത്തിലേക്ക് പണി കഴിപ്പിച്ച ആനപ്രതിമ എത്തിച്ചത്. കപ്പൽ മാർഗം അമേരിക്കയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക കൺവെൻഷൻ ചെയർമാനായ രഞ്ജിത്ത് പിള്ളയാണ്. അമേരിക്കയിലെത്തിയ ശേഷമുള്ള അലങ്കാരപ്പണികൾക്ക് ക്ഷേത്രശില്പി നേതൃത്വം നൽകി. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ആനയായിരുന്നു ഗുരുവായൂർ കേശവൻ. നിലമ്പൂർ വലിയ തമ്പുരാൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ ഗുരുവായൂർ കേശവൻ ശാന്ത സ്വഭാവം, ഗാംഭീര്യം, തലയെടുപ്പ്, സൗന്ദര്യം, ശക്തി എന്നീ ഒതുങ്ങിയ ലക്ഷണമൊത്ത ആനയായിരുന്നു. ഗജരാജ ലക്ഷണത്തിൽ നിർദ്ദേശിക്കുന്ന സമസ്ത രാജകീയ ചൈതന്യങ്ങളും രാജകീയ സ്വഭാവവും പ്രൗഢിയും ഒത്തിണങ്ങിയ അപൂർവ ജമമായിരുന്നു ഗുരുവായൂർ കേശവൻ്റേത്. ഗുരുവായൂരപ്പൻ്റെ തിടമ്പ് അരനൂറ്റാണ്ടോളം സ്ഥിരമായി എടുത്തിരുന്ന കേശവൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചിട്ടകളെക്കുറിച്ച് നിഷ്ഠയുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ കൊടിമരം നോക്കി നമസ്കരിച്ചു കിടന്നാണ് കേശവൻ അവസാനം അന്ത്യശ്വാസം വലിച്ചത്. കേശവന് വേണ്ടി പിന്നീട് ഗുരുവായൂരിൽ സ്മാരകം തന്നെ ഒരുക്കുകയുണ്ടായി. കേശവൻ്റെ മുറിച്ചു മാറ്റിയ ആ ആനക്കൊമ്പുകൾ ഗുരുവായൂർ ക്ഷേത്ര നടയിലെ കൊടിമരച്ചുവട്ടിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്നും ഭക്തജനങ്ങൾക്ക് അത് കാണാൻ പറ്റും.